വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് എന്നുള്ളൊരു സോഫ്റ്റ്വെയറിന് ബിഗിനിങ് ലെവൽ തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ടൂൾസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഒട്ടും തന്നെ ഫോട്ടോഷോപ്പ് എന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. ഈ കഴിഞ്ഞാൽ അഡോബ് എന്നുള്ളൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് ഈ ഫോട്ടോഷോപ്പ്. അഗെയിൻ ഈ ഫോട്ടോഷോപ്പിൽ 2 ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്ത് വർക്ക് ചെയ്താലും എന്ത് പ്രോജക്റ്റ് ചെയ്താലും ആ ഒരു 2 ടൈപ്പിനകത്ത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ന്യൂ ഇമേജ്. ദറ്റ് മീൻസ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുതിയ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പോൾ എഡിറ്റിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യുക ആസ് പെർ അവർ കൺവീനിയൻറ്റ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കൊരു ഇമേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. മീൻസ് നമുക്കതിൻ്റെ സൈസ് മാറ്റാം, ക്ലാരിറ്റിയിൽ മാറ്റം വരുത്താം. ഇതിനായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ആർക്കിടെക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്കും അത് യൂസ് ആകും, അല്ലാതെ ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്ന ഏത് ഫീൽഡുകാർക്കും അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്ത് ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്ന പാംപ്ലെറ്റ്സ്, ഇതുപോലെ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിങ്, പിന്നെ ഗ്രാഫിക്സ്, ഇമാതിരി ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഇമാതിരി ഫീൽഡിലുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാം, പോസ്റ്റേഴ്സ്, ബ്രോഷേഴ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ക്രിയേറ്റിംഗ് എ ന്യൂ ഇമേജിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ അവിടെ തന്നെ തന്നിട്ടുണ്ട് ലോഗോ ഇൻ ദ സെൻസ് നമ്മളൊരു പുതിയ കമ്പനിയുടെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുക, അതർവൈസ് എന്തെങ്കിലും പുതിയ ഒരു എംബലം ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആർട്ട് വർക്കിൽ ഫോട്ടോഷോപ്പ് അണ്ടറിൽ നമുക്കത് ചെയ്യാനൊക്കും. അതേപോലെ തന്നെയാണ് കസ്റ്റം ഡിസൈൻ. ഫോട്ടോയിൽ കാണിക്കുന്നത് പോലെ ലൈനിന് ഒരു സിംഹത്തിന് നമുക്ക് ചിറക് വെച്ചിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റും. അതിന് 2 പ്രീ ഡിഫൈൻഡ് ഡിസൈൻസിനെ ഒന്നിച്ചിട്ടുള്ള ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. പിക്ചേഴ്സിന് പറയുമ്പോഴത്തേക്കും കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ഇഫ് ഇൻ കേസ് നമ്മളൊരു ഡയഗ്രാമിലാണ്, ഒരു 2D ഡയഗ്രാമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെന്തോ ഏരിയയോ ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു യൂണിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിലും ദർ ഈസ് ആൻ യൂണിറ്റ്സ്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. നമുക്ക് ഇമേജിൽ ക്ലാരിറ്റി എന്ന് പറയുന്നതാണല്ലോ യൂണിറ്റ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ബേസ്ഡ് ആണ് പിക്സൽ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പിക്സൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ഇമേജിനെ സൂം ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു ഇമേജിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബോക്സ് ആയിട്ട് സ്മോൾ ബോക്സ് പോലെ ഒരു ഗ്രിഡാണ് കമ്പൈനായി വന്നിരിക്കുന്നത്. ആ ഗ്രിഡിലെ കാണുന്ന കളർ വ്യത്യാസമാണ് കമ്പൈൻ ആകുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിലൊരു പിക്ചറായിട്ട് നമ്മൾ അത് കാണുന്നത്. ഇപ്പോൾ ആ ഒരു പിക്സലാണ് ക്ലാരിറ്റി എന്നുള്ള ഒരു കേസിൻ്റെ ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും നമ്മൾ പറയും ഇത്ര MP ഉണ്ട്, അത്ര MP ഉണ്ട്. MP മീൻസ് മെഗാ പിക്സൽ. ആ പിക്സൽസ് കൂടുന്നവരും നമുക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഇമേജിൻ്റെ യൂണിറ്റ് നമ്മൾ നോക്കി പിക്സലാണെന്നുള്ളത്, അതിൻ്റെ മോഡ്സും ടൈപ്പ് ഓഫ് ഇമേജസ് ഒരുപാട് ടൈപ്പുകളുണ്ട്. നമ്മളിവിടെ 2 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, JPEGും PNGയും. EG എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് വിത്ത് ബാക്ക്ഗ്രൗണ്ടോടെ വരുന്നതാണ്. PNG എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഓബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടുന്നതാണ് PNG. നമ്മൾ ഫസ്റ്റ് ക്ലാസ് അല്ലാത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോരോ ഇമേജസ് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ആയിട്ട് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ജസ്റ്റ് നോ ഇതൊരു ഇൻട്രോ മാത്രം. ആഫ്റ്റർ ദ ടൈപ്പ് ഓഫ് മോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇമേജുകൾ തന്നെ പല മോഡുകളിലാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ ക്രിയേറ്റിംഗ് എ ഇമേജ് ഓർ കൺവേർട്ടിങ് എ ഇമേജ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോരോ മോഡിലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ RGB മോഡ് എന്ന് പറയുന്നത് ഓൺലി ഫോർ ഡിജിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലെ കൂടെ ഒരു ഇമേജ് കാണുക, അല്ലെങ്കിൽ മൊബൈലിലെ കൂടെ ഒരു ഇമേജ് ഫോർവേഡ് ചെയ്യുക, അതും YK എന്നുള്ള മോഡ് എന്ന് പറയുന്ന സംഭവം ഫോർ പ്രിൻറ്റിംഗ് പർപ്പസാണ്. ഇവിടെ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ്, ബ്രൗഷേഴ്സ്, പാംപ്ലെറ്റ്സ്, ഇങ്ങനെ ഹോട്ട് കോപ്പി ആയിട്ട് പ്രിൻ്റ് എടുത്ത് പോകുന്ന എല്ലാ സംഭവങ്ങളും ഈ CMYK എന്നുള്ള മോഡ്സിലാണ് വരുന്നത്. RGBയുടെ കളറുടെ ആ ഒരു വിഷ്വലും പിന്നെ അതേപോലെ തന്നെ CMYKയുടെ വിഷ്വലും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുക. നമുക്ക് ട്രയൽ വെർഷനിൽ അഡോബിയിൽ നിന്ന് തന്നെ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഹോം
ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിങ്ങനെയായിരിക്കും നമ്മുടെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഈ ഫസ്റ്റ് കാണുന്നതാണ് മെനു ബാർ. ഈ സെക്കൻഡ് ഈ താഴെ കാണുന്ന സംഭവമാണ് ഓപ്ഷൻ ബാർ. ഇറ്റ് ഗിവിങ്സ് ദ ഓപ്ഷൻ ടു ദ എക്സിസ്റ്റിംഗ് ടൂൾ. ദാറ്റ്സ് വൈ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് മൊത്തത്തിൽ ടൂൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മളിത് എടുത്ത് വെച്ചിട്ട് ഈ നടുക്ക് കാണുന്ന ബ്ലാങ്കിലെ ഇവിടെയാണ് നമ്മൾ വേണ്ട ഇമേജസിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്പേസ്, വർക്ക് സ്പേസ് എന്നുള്ളത് പറയുന്നത്. ഒരു ഇമേജ് ഇതിനകത്ത് ഉള്ളപ്പോഴത്തേക്കും ഇമേജ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതിനെ ഞാൻ മാക്സിമസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ ഒരു ഡോട്ട് 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 ആ ഒരു ഗ്രിഡായിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു ഗ്രിഡായിട്ട് കാണാമല്ലോ. ആ ഒരു ഗ്രിഡാണ് നമുക്ക് പിക്സൽ എന്ന് പറയുന്നത്. ആ പിക്സൽസ് എത്രത്തോളം കൂടുതൽ നമ്പേഴ്സ് ഉണ്ടോ അതനുസരിച്ചാണ് നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചർ കിട്ടുന്നത്. ഏത് പിക്ചറായാലും നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്സൽസ് കാണാൻ സാധിക്കും. ഡോക്യുമെൻറ്റ് സെറ്റിംഗ് തൊട്ട് നമുക്ക് അടുത്ത് വരുന്ന സെഷൻസിൽ നോക്കാം. താങ്ക് യു.